ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സ്പീഡ് ക്ലീനിങ് ട്രിക്സാണ് പറയുന്നത്. ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ടിപ്സ് ഉണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈമർ യൂസ് ചെയ്യാം. ഒരു ടൈമർ വരുമ്പോൾ നമുക്കൊരു ഏർജൻസിയും അതുപോലെ ഫോക്കസും വരും കാര്യങ്ങളിൽ. അപ്പോൾ നമ്മളൊരു ടൈം നമ്മൾ സെറ്റ് ചെയ്യുക, 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഒരു സ്പെസിഫിക് ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്ലോക്ക് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ എഫിഷ്യൻസി അതുപോലെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത മാറിക്കിട്ടും. അപ്പോൾ ഷോർട്ടായിട്ട് ഇങ്ങനെ ടൈം വെച്ചിട്ട് സെഷൻസ് ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് നല്ല എനർജി, നല്ല മോട്ടിവേഷനായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്, ഇത്ര നേരം ആകുമ്പോൾ തീരെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ക്ലട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ഈസി ആയിരിക്കും. ഇപ്പോൾ ടൈം വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓരോ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ ക്ലീനിങ് ജോബ്സ് നമ്മളെപ്പോഴും ടൈമുള്ള സെഷൻസ് ആക്കി മാറ്റുക. അപ്പോൾ അത് കൂടുതൽ മാനേജബിൾ ആവും, ഒരുപാട് ഓവർവെൽമിങ് ആവില്ല, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡീക്ലട്ടറിങ് ചെയ്യുക. ഒരു സർഫസസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ റിമൂവ് ചെയ്യാം. ക്ലട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് സ്ലോ ആവും. അപ്പോൾ എല്ലാ ഏരിയാസും മെസ്സി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വൈപ്പ് ചെയ്യാൻ തോന്നത്തേയില്ല. അപ്പം അവിടെ ബിലോങ് ചെയ്യാത്ത ഐറ്റംസ് നമ്മൾ എടുത്തിട്ട് അത് ഓർഗനൈസ് ചെയ്യുക പെട്ടെന്ന്. പിന്നെ മാത്രം ഡസ്റ്റിങ്ങോ വൈപ്പിങ്ങോ ചെയ്യാം. ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, അതുപോലെ എല്ലാ സർഫസും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ക്ലട്ടർ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും കുറയും, നമുക്ക് കൂടുതൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡീക്ലട്ടേർഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഫ്യൂച്ചറിലും ക്ലീനിങ് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ ഒരു പോർട്ടബിളായിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ക്ലീനിങ് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തെടുത്ത് അങ്ങനെ ചെയ്യാതെ ആ ഒരു ബാസ്ക്കറ്റിലോ ബക്കറ്റിലോ എല്ലാം എടുത്ത് വെക്കുക. എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഇൻട്രപ്ഷൻസ് ഇല്ലാണ്ട്. സ്പ്രേസ്, ക്ലോത്ത്സ്, ബ്രഷസ്, ഗ്ലൗസ് ഇതെല്ലാം അതിനകത്ത് വെക്കുക. പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മൾട്ടി ടാസ്കിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലീനിങ് എപ്പോഴും ടോപ്പ് ടു ബോട്ടം ചെയ്യുക. ടോപ്പ് സർഫസസ് ക്ലീൻ ചെയ്തിട്ട് ഫ്ലോറിലോട്ട് വരിക. കാരണം ഡസ്റ്റ് വീണ് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ താഴത്തെ സർഫസസ് പിന്നെയും ക്ലീൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും. അതുപോലെ ഷെൽഫ്, കൗണ്ടർ, ക്യാബിനറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ടേബിൾ കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുക. ഇതൊരു ലോജിക്കൽ സീക്വൻസ് ആണ്. അപ്പോൾ അതൊരു ടൈം സേവ് ചെയ്യാനും പിന്നെ ഒരു സർഫസും മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. പിന്നെ ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതും ഒഴിവാക്കാനും പറ്റും. പിന്നെ നമ്മൾ ലോണ്ട്രി ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ക്ലീനിങ്ങും കൂടി ചെയ്യുക. ഒരു വാഷിംഗ് സൈക്കിൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള തുണികൾ മടക്കി വെക്കാം, അല്ലെങ്കിൽ ഡസ്റ്റ് ചെയ്യാം, സർഫസസ് വൈപ്പ് ചെയ്യാം. ഈ ഒരു ഓവർലാപ്പിംഗ് അപ്രോച്ച് നമ്മുടെ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നമുക്കൊരു മൊമെൻറ്റം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ടോട്ടൽ ടൈം നമ്മുടെ വീട്ടിലെ ജോലികൾക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ലോണ്ട്രീൻ്റെ ഒപ്പം സ്പീഡ് ക്ലീനിങ്ങും ചെയ്യുകയാണെങ്കിൽ നല്ല എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യുക. മൈക്രോ ഫൈബർ ക്ലോത്ത്സിൽ ഡസ്റ്റും ഡേർട്ടും എല്ലാം പെട്ടെന്ന് തന്നെ ട്രാപ്പാവും. അപ്പം ഒത്തിരി കെമിക്കൽ ക്ലീനേഴ്സ് നമുക്ക് ആവശ്യം വരില്ല. അപ്പം മൾട്ടിപ്പിളായിട്ട് ഇതിൻ്റെ തുണികൾ വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈസിയാണ് അത് റിൻസ് ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ക്ലീനിങ് ഈസി ആവും. പിന്നെ നമ്മൾ കറക്റ്റ് ടൂൾസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ആ ഒരു സ്പ്രേ ഇപ്പോൾ സിങ്കിലാണെങ്കിലും കൗണ്ടറിലാണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും അത് നല്ലപോലെ അതിൻ്റെ ഡേർട്ട് നമുക്ക് പോരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാമല്ലോ. അപ്പം പിന്നെ നമ്മൾ ഒരുപാട് സ്ക്രബ് ചെയ്യുന്നത് ഒഴിവാക്കാനും പറ്റും. പിന്നെ നമ്മുടെ ടൈമും എനർജിയൊക്കെ ലാഭിക്കാൻ പറ്റും. ബാത്റൂം ടൈൽസിലും കിച്ചൺ കൗണ്ടേഴ്സിലും സ്റ്റൗ ടോപ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഹൈ ട്രാഫിക് ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, ലൈക്ക് കിച്ചൺ, ലിവിങ് റൂം, ബാത്റൂം ഒക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ വിഷ്വലി ഏറ്റവും കൂടുതൽ മെസ്സ് വരുന്നത് ഈ ഹൈ ട്രാഫിക് ഏരിയാസിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് വരും. ഈ പ്രയോറിറ്റി ഏരിയാസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്പേസ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലീനിങ് പ്രോഡക്ട്സ് എല്ലാ ഫ്ലോറിലും വെക്കുക, മുകളിലും വെക്കുക, താഴെയും വെക്കുക. അപ്പോൾ നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഈ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആ ഒരു ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ സ്പ്രേസും ക്ലോത്ത്സും ചൂലും എല്ലാം ഉണ്ടാവുമല്ലോ.
അപ്പം നമുക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ തന്നെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെയിലി ഒന്ന് ക്വിക്കായിട്ട് വാക്യൂം അല്ലെങ്കിൽ അടിച്ചിടുക. അപ്പോൾ അതൊരു ഒരു റിഫ്രഷ് ആയിട്ട് വരും. പിന്നെ ലൈറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് റെഗുലറായിട്ട് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡിലെ ക്ലീനിങ് നമുക്ക് കുറയ്ക്കാനും പറ്റും. അടുത്തത് നമുക്ക് മൾട്ടിപർപ്പസ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാം. ഓരോ സർഫസിന് വേണ്ടിയിട്ടുള്ള ക്ലീനേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾ പർപ്പസ് ക്ലീനിങ് യൂസ് ചെയ്യാം. കൗണ്ടേഴ്സിന്, ടൈൽസിന്, മിറേഴ്സിനൊക്കെ സെപ്പറേറ്റ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഓൾ പർപ്പസ് ക്ലീനിങ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോവുക. കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുക, പാത്രങ്ങളൊന്ന് നനച്ചിടുക, സാധനങ്ങൾ തിരിച്ചു വയ്ക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മെസ്സ് നമ്മൾ അപ്പം ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് കുന്നുകൂടുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നീട് സ്പീഡ് ക്ലീനിങ് ചെയ്യുമ്പോൾ അതും ഭയങ്കര ഈസി ആയിരിക്കും. ഓവറോൾ എഫേർട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വീട് ഒരുവിധം ടൈഡി ആയിട്ട് തന്നെ കെടുക്കുകയും ചെയ്യും, മാനേജബിളായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ വാക്യൂം അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ വാക്യൂമിന് വേണ്ടിയിട്ട് ഒരു സംഭവമല്ലേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഫേർണിച്ചേഴ്സിനും കോർണേഴ്സിനും ചെറിയ ഏരിയാസിനൊക്കെ വേണ്ടിയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡസ്റ്റിങ് ചെയ്യാനും സ്വീപ്പും സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, അത് നമ്മുടെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം പോവും. പക്ഷേ ഈ ഒരു അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ, ചെറിയ ചെറിയ ഡേർട്ട് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതും കുറച്ച് ഈ സ്പീഡ് ക്ലീനിങ് സ്ട്രാറ്റജിയാണ്. പിന്നെ നമ്മൾ ബാസ്ക്കറ്റ്സ് വെക്കുക. അതായത് അവിടെ ഇവിടെ മാറിക്കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ഈ ബാസ്ക്കറ്റ്സിലോ ബിൻസിലോ ഇടാം. അതിനുശേഷം പിന്നീട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവിടെ കറക്റ്റായിട്ടുള്ള പ്ലേസിൽ വെച്ചാൽ മതി. ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വീട് നമുക്ക് ഒതുക്കാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണതിന് പകരം. പിന്നെ ഓർഗനൈസേഷനും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കാണ്ട് ആ ബാസ്ക്കറ്റ് യൂസ് ചെയ്യുക. ഇതൊരു പ്രാക്ടിക്കൽ വഴിയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രയോറിറ്റീസ് നമുക്ക് എപ്പോഴും വേണം. എപ്പോഴും നമ്മൾ പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്തു തീരാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വിസിബിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലൊരു ഇമ്പാക്റ്റ് കിട്ടും കുറച്ച് സമയം എടുത്താൽ തന്നെ. ഇപ്പോൾ കൗണ്ടർ ടോപ്സ് ക്ലീൻ ചെയ്യുക, ഫ്ലോർ ക്ലീൻ ചെയ്യുക, ബാത്റൂമിൻ്റെ സിങ്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ഡസ്റ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അത് പിന്നെ പയ്യെ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ക്ലീനിങ്ങിലും എല്ലാം ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ട് കൈയും യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ചില സമയത്ത് നമ്മൾ ഒരു കൈ വെച്ച് സ്പ്രേ യൂസ് ചെയ്യുക, ഒരു കൈ വെച്ചിട്ട് സർഫസസ് ക്ലീൻ ചെയ്യുക. അങ്ങനെ നല്ല എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഒരു കോർഡിനേഷനും കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ നല്ല രീതിക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാഷ് ബാഗ്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയുള്ള സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ സ്പീഡ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ഒരു 6 ആഗ് പാറ്റേണിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ സർക്കുലർ പാറ്റേണിൽ ക്ലീൻ ചെയ്യുക. ഇത് നമുക്ക് പിന്നെയും പഴയ ഏരിയാസ് ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, എഫിഷ്യൻസി കൂടും. പിന്നെ ഫ്ലോർ എപ്പോഴും ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും വാക്യൂം ചെയ്യുമ്പോഴും മോപ്പ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടോയ്സ്, ഷൂസ്, ലോണ്ട്രി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. ക്ലിയർ ഫ്ലോർ ആകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അടുത്തത് കുറച്ച് ക്ലീനിങ് ഹാബിറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ എപ്പോഴും കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുക, അതുപോലെ ഫ്ലോറ് സ്വീപ്പ് ചെയ്യുക, എപ്പോഴും ഡീക്ലട്ടർ ചെയ്യുക. ഇത് ഓവറോൾ ക്ലീനിങ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മെസ്സ് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നല്ല ഹാബിറ്റ്സാണ് എപ്പോഴും നമ്മൾ എഫിഷ്യൻ്റായിട്ടിരിക്കാൻ നല്ലത്. ഒരു 20 മിനിറ്റ്സ് സെഷൻ നമ്മൾ ചെയ്താൽ തന്നെയും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.